പ്രേം, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു, താങ്കളുടേതായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അത് അയ്യങ്കാളി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഇട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മളൊരു പക്ഷേ ഇതുവരെയും അയ്യങ്കാളിയെക്കുറിച്ച് അറിയാത്ത ഒരു കാര്യമാണ് അതിനകത്ത് താങ്കൾ കുറിച്ചിട്ടിരിക്കുന്നത്. അത് അദ്ദേഹം ഈ മതപരിവർത്തനം നടത്താൻ കുറച്ച് ക്രിസ്ത്യൻ വിഭാഗത്താർ, പ്രത്യേകിച്ച് അന്ന് സാൽവേഷൻ ആർമി എന്ന് പറയുന്നത് ഈ സാധാരണ അധികൃതരായ ആൾക്കാരുടെ വളരെയധികം സ്വാധീനമുള്ള ഒരു ക്രിസ്ത്യൻ വിഭാഗമായിരുന്നു സാൽവേഷൻ ആർമി. ഇപ്പോഴും ഉണ്ടത്. ആ സാൽവേഷൻ ആർമിയിലെ ഒരു മദാമ ക്ലാരസ് അല്ലേ, അങ്ങനെയാണ്, ക്ലാരക്കൈസ് എന്ന് പറയുന്ന ഒരു മദാമ അദ്ദേഹത്തിനെ ക്ഷണിച്ചു എന്നും അദ്ദേഹത്തിനായിട്ട് യോഗം കൂടിയെന്നും യോഗത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് ഓഫറൊക്കെ വെച്ചു എന്നും പിന്നീട് ഞാൻ പറയാമെന്ന് പറഞ്ഞു പോയി. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല, താങ്കൾ അത് പറയേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഒരു നിർബന്ധിച്ച് മതപരിവർത്തനം എന്നത് ഒരു ചർച്ചാ വിഷയം പോലും ആകാത്ത കാലത്ത് അയ്യങ്കാളി അതിനെതിരെ പൊരുതി അല്ലെങ്കിൽ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നതിനെതിരായിട്ട് നിയമം കൊണ്ടുവരണമെന്ന് അന്ന് രാജാവിനോട് പോയി പറയാൻ ഈ ഒരു കൂടിക്കാഴ്ച കാരണമായി എന്ന് പറയുന്നത് അയ്യങ്കാളിയുടെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ ഒരിടത്തും പറയാതെ തമസ്കരിച്ചു വെച്ചിരുന്ന കാര്യമാണ്. അത് താങ്കൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതാണ് നമ്മുടെ ആ ഫേസ്ബുക്കിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അദ്ദേഹത്തിന് താങ്കൾ അതിൻ്റെ അവസാനത്തെ ഒരു സെൻറ്റൻസും കൂടെ ഞാൻ ഒന്നും കൂടെ ഒന്ന് വായിക്കുകയാണ്, കാരണം അത് കുറച്ചുകൂടെ എനിക്ക് താല്പര്യം വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. വെങ്ങാനൂർ മുടുപ്പുരയിലെ നീലകേശിയോടുള്ള ഭദ്രകാളിയായ നീലകേശിയോടുള്ള പ്രതിജ്ഞയായിരുന്നു അയ്യങ്കാളി മതം മാറാതെ തുടർന്നതിന് കാരണം. വെല്ലുവിളിയുമായി ഒരു വില്ലുവണ്ടി ഉരുണ്ടപ്പോൾ തകർന്നത് ഇന്നാട്ടിലെ ജാതി ഭ്രാന്തന്മാരുടെ അതീശത്വം മാത്രമല്ല, മതപരിവർത്തന ലോബികളുടെ ഹൃദയം കൂടിയായിരുന്നു. ആ സെന്റൻസ് മനോഹരമാണ്, താങ്കളുടെ ആ സെന്റൻസ്. എന്തായാലും എന്താണ് അങ്ങനെ ഒരു ഫേസ്ബുക്ക് ഇടാനും അതിനെ കുറിച്ച് കുറച്ചും കൂടെ വിശദമായിട്ടൊന്ന് പറയാമോ? അത് അയ്യങ്കാളിയുടെ മതപരിവർത്തനത്തിന് എതിരായിട്ടുള്ള നിലപാട് കേരളത്തിലെ സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ല. അയ്യങ്കാളിയുടെ ജാതീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് തന്നെ അയ്യങ്കാളി ഒരു ഹിന്ദു അല്ല എന്ന് സ്ഥാപിക്കാനാണ് പൊതുവെ ഇടതുപക്ഷവും അവരുടെ ഒരു ഭൗതിക മേഖലയൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. അത് ബോധമുള്ള ശ്രമം തന്നെയാണ്. അതെ, വാസ്തവത്തിൽ അയ്യങ്കാളി മതപരിവർത്തനത്തിനെതിരെ വരുന്നതിന് മുൻപ് ഒരു പശ്ചാത്തലമുണ്ട്. 1880കളിലും 90കളുടെയൊക്കെ ആരംഭത്തിലായിട്ട് തിരുവിതാംകൂറിലെ സെൻസസ് റിപ്പോർട്ടിൽ അധസ്ഥിത ഹിന്ദുക്കളുടെ എണ്ണം ക്രമാതീതമായി കുറയുകയും അവരെല്ലാം ക്രിസ്തീയ വിഭാഗങ്ങളിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് ഒഫീഷ്യലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അയ്യങ്കാളി വരുന്നത് ഇതിലേക്ക് മതപരിവർത്തനത്തിനെതിരായിട്ട് അയ്യങ്കാളി പ്രവർത്തിക്കുന്നതിന് മുമ്പായിട്ട് അയ്യങ്കാളി ബന്ധപ്പെടുന്നത് സദാനന്ദ സ്വാമികളെയാണ്. അപ്പോൾ സദാനന്ദ സ്വാമികളെ ബന്ധപ്പെടുത്തി കൊടുക്കുന്നത് അയ്യങ്കാളിയുടെ തന്നെ മതം മാറിയ മറ്റൊരു ബന്ധുവാണ്. അദ്ദേഹത്തിൻ്റെ മാതൃസഹോദരൻ്റെ പുത്രനോ മറ്റോ ആണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തോമസ് വാദ്യാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹമാണ് തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്ത് സദാനന്ദ സ്വാമികളുടെ ഒരു പ്രസംഗം കേൾക്കുകയും അങ്ങനെ സദാനന്ദ സ്വാമിയുടെ ആ പ്രസംഗത്തിൽ അദ്ദേഹം ചർച്ചാ വിഷയമാക്കിയത് അധസ്ഥിത ഹിന്ദു വിഭാഗക്കാരുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ തോമസ് വാദ്യാർ ഈ പ്രസംഗം കേൾക്കുകയും അദ്ദേഹം സദാനന്ദ സ്വാമികളിലേക്ക് വളരെ വലിയ രീതിയിൽ ആകർഷണമാവുകയും അങ്ങനെ അവരുമായിട്ട് അന്ന് സദാനന്ദ സ്വാമികളായിട്ട് ചർച്ച നടത്തുകയും മറ്റും ചെയ്തു. അങ്ങനെ ചർച്ച നടത്തിയതിന് ശേഷം മതപരിവർത്തനത്തിനെതിരായിട്ടും അല്ലെങ്കിൽ അധസ്ഥിത വിഭാഗങ്ങളുടെ അടിച്ചമർത്തപ്പെടുന്ന അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു നേതാവിനെ ഇരുവരും കൂടി അയ്യങ്കാളിയിൽ കാണുകയായിരുന്നു. അങ്ങനെയാണ് അയ്യങ്കാളി മതപരിവർത്തനത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടങ്ങളിലേക്ക് വരുന്നത്. മതപരിവർത്തനത്തിന് മാത്രമല്ല സദാനന്ദ സ്വാമികൾ കൂടുതലും അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുന്നത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ്, ജാതീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് തന്നെയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ അതേ ഗൗരവത്തോടു കൂടി തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് മതപരിവർത്തനം എന്നുള്ളതുകൊണ്ട് തന്നെ രണ്ടുപേരും ഇതിനെ കാര്യഗൗരവമായിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് സദാനന്ദ സ്വാമികളും അയ്യങ്കാളി അന്ന് മണക്കാട് കേന്ദ്രീകൃതമാക്കിയിട്ട് മഹാരാജാവിൻ്റെ സഭയിലുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് ഒരു സഭ രൂപീകരിച്ചിരുന്നു. ഈ സഭയുടെ അടിസ്ഥാനത്തിലും ഇവർ മതപരിവർത്തനത്തിന് ചെറുക്കുന്ന ധാരാളം കാര്യപരിപാടികളും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സാൽവേഷൻ ആർമിയുടെ കാര്യം പറയുമ്പോൾ സാൽവേഷൻ ആർമിയാണ് പ്രധാനമായിട്ടും അന്നത്തെ മതമാറ്റത്തിന്റെ ഒരു കേന്ദ്രമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാൽവേഷൻ ആർമി ഈ മതാമയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണോ? അല്ല, ഇത് അതിന് മുമ്പാണ്. അപ്പോൾ സാൽവേഷൻ ആർമിയുടെ ആളായിരുന്നു ഈ തോമസ് വാദ്യാർ എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ മറ്റൊരു രസമായിട്ടുള്ളത്. അപ്പോൾ ഈ തോമസ് വാദ്യാർ സാൽവേഷൻ ആർമിയുടെ ഒരു അംഗമായിരുന്നു. അപ്പോൾ സാൽവേഷൻ ആർമിയുടെ ഈ ക്ലാരിക്കസ് ആണ് ആലപ്പുഴയിലോ മറ്റോ ആണ് യോഗം എന്ന് എനിക്ക് തോന്നുന്നു. എവിടെയാണ് കൃത്യമായിട്ടുള്ള സ്ഥലമൊന്നും എനിക്ക് ഓർമ്മയില്ല. ഈ യോഗം ചേരും. ഈ യോഗത്തിൽ വെച്ച് അയ്യങ്കാളിയെ മതം മാറ്റിയാലുള്ള ഗുണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ അനുയായികളും കൂടി ഒരു നേതാവാണല്ലോ, നേതാവ് മാറി എന്നുള്ള ഒരു മാതൃക മുൻനിർത്തി അവർ മാറാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അയ്യങ്കാളിയെ യോഗത്തിലേക്ക് വിളിക്കുകയും ഇവർ പല പ്രലോഭനങ്ങളും ഓഫറൊക്കെ കൊടുത്തത്. അപ്പോൾ അയ്യങ്കാളി അതിനെ പിന്നീട് ഓർമ്മിക്കുന്നത് ഒരു വെളിച്ചം എൻ്റെ തലയിലേക്ക് വന്ന് സ്പർശിച്ച് ഹൃദയത്തിലൂടെ ഇറങ്ങിയെന്നും അങ്ങനെ ഞാൻ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറി
ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, ആ സഭയിൽ നിന്ന് ഇറങ്ങി എന്നാണ് പിന്നീട് പിൽക്കാലത്ത് അദ്ദേഹം അനുസ്മരിച്ചിട്ടുള്ളതായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങളിൽ കാണുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് നേരെ ചെന്നത് പിറ്റേന്ന് സദാനന്ദ സ്വാമിയായിട്ട് മഹാരാജാവിനെ ചെന്ന് കണ്ട് ഈ മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം നിർത്തണം എന്നുള്ളതായിരുന്നു. സ്വന്തമായിട്ട് മതം മാറുന്നതിന് അദ്ദേഹത്തിന് എതിർപ്പുള്ള ആളൊന്നും ആയിരുന്നില്ല. മനസ്സുകൊണ്ട് നിർബന്ധിത മതപരിവർത്തനത്തിന് അദ്ദേഹം എതിരായിരുന്നു. അതിന് അദ്ദേഹം മഹാരാജാവിനോട് വയ്ക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് 1857 സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് വിക്ടോറിയ രാജ്ഞി നിർബന്ധിത മതപരിവർത്തനം നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. അത് ഇനി നടത്താൻ പാടില്ല 1857. അപ്പോൾ ആ ഒരു ചട്ടം മുന്നിൽ വെച്ചുകൊണ്ട് ഈ നിർബന്ധിത പരിവർത്തനം ഉത്തരവിറക്കണം എന്നുള്ളത് അയ്യങ്കാളി മഹാരാജാവിനോട് ആവശ്യപ്പെടുകയും അങ്ങനെയാണ് ഇത് നിർത്തലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അദ്ദേഹം ആലപ്പുഴയിൽ ചേർത്തല താലൂക്കിൽ അധസ്ഥിത വിഭാഗങ്ങളെ വലിയ രീതിയിൽ ഇതേപോലെ സാൽവേഷൻ ആർമി മതം മാറ്റുകയും അങ്ങനെ, പക്ഷെ അന്ന് അതിനെതിരെ പ്രതികരിച്ചിരുന്നത് നാരായണീയരായിരുന്നു. ഗുരുവിൻ്റെ അനുയായികൾ അതിനെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും അങ്ങനെ അതിനൊരു ബ്ലോക്കേജ് ഇടാനായിട്ട്, ഇങ്ങനെ കൂട്ടമായി മതം മാറുന്നതിനെ തടയാനായിട്ട് അവർ അധസ്ഥിത വിഭാഗത്തിൻ്റെ നേതാവ് എന്നുള്ള രീതിയിൽ അയ്യങ്കാളിയെ കൊണ്ടുവന്നു. അങ്ങനെ അയ്യങ്കാളിയെ കൊണ്ടുവന്നതിന് ശേഷം ഇവരൊരു യോഗം സംഘടിപ്പിക്കുകയും ആ യോഗത്തിൽ ഈ ക്രിസ്തീയ വിഭാഗത്തിലേക്ക് മതം മാറ്റം നടത്തുന്ന പാറായി തരകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു പ്രേക്ഷിത പ്രവർത്തകൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രേക്ഷിത പ്രവർത്തകനായിട്ടുള്ള ഈ പാറായി തരകൻ ആ യോഗത്തിൽ വരികയും അങ്ങനെ അയ്യങ്കാളിയുമായിട്ട് ചില വാക്ക് തർക്കങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ അയ്യങ്കാളിയോടൊപ്പം അന്നുണ്ടായിരുന്ന വിശാഖൻ ദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അനിയായിട്ടുള്ള വിശാഖൻ ദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ഈ വിശാഖൻ ദേവൻ അന്ന് ബൈബിൾ മുന്നിലേക്ക് ഫ്രണ്ടിൽ എടുത്തു വെച്ചതിന് ശേഷം ഈ പാറായി തരകനോട് അതിലെ ബൈബിളിലെ വാചകങ്ങൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് മതഖണ്ഡനം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ആ വേദിയിൽ ഇരുന്നുകൊണ്ട് തന്നെ മതഖണ്ഡനം നടത്തി അവസാനം ഈ പാറായി തരകൻ ഉത്തരം മുട്ടുകയും അത് ചെറിയൊരു വാക്ക് തർക്കത്തിലേക്കും മറ്റൊക്കെ കലാശിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കും അയ്യങ്കാളി അതിനെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. മതി എന്നുള്ള രീതിയിലേക്ക് അവിടെ നിർത്തുകയും ഈ യോഗം പിന്നീട് നമുക്ക് നടത്താമെന്നുള്ള രീതിയിലേക്ക് അയ്യങ്കാളി അതിനെ ഒത്തുതീർപ്പാക്കി വിടുകയുണ്ട്. പക്ഷെ പിന്നീട് ആ യോഗം നടന്നിട്ടില്ല. ചില കാരണങ്ങൾ കൊണ്ടോ പാറായി തരകൻ്റെ ഒരു വിസമ്മതം താല്പര്യക്കുറവുകൊണ്ട് ആ യോഗം പിന്നീട് നടന്നിട്ടില്ല. അപ്പോൾ എന്തായാലും അതൊരു വലിയ ഇതാണ്. അദ്ദേഹം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ എനിക്ക് തോന്നുന്നു അത് ഞാൻ കുറച്ചൊന്ന് മതപരിവർത്തനത്തെ സംബന്ധിച്ചുള്ള അയ്യങ്കാളിയുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. ഹിന്ദു മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടാൻ അയ്യങ്കാളി തീരുമാനിച്ചു. ദുഷിച്ചു പോയത് ഹിന്ദുമതമല്ല, അതിലെ തത്വങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ പോയ വ്യക്തികളാണ്. അതുകൊണ്ട് ഈ മതവും സംസ്കാരവും വിട്ട് എങ്ങും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം ആ പുസ്തകത്തിൽ പേജ് 150 താങ്കൾ അതെല്ലാം കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇന്നും ഈ നിർബന്ധ മതപരിവർത്തനം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്, ഭാരതത്തിൽ നടക്കുന്നുണ്ട്, കേരളത്തിലുമുണ്ട്, രാജ്യത്തിൻ്റെ പല കോണുകളിൽ ഒഡീഷ തുടങ്ങിയ മണിപ്പൂർ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രദേശമാണ്, ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പോൾ അവിടെയെല്ലാം ഇതിപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ഈ അയ്യങ്കാളി കാണിച്ച ഒരു ധൈര്യം, ആ ഒരു ആർജവം, അന്ന് ഭരണാധികാരികളെ ഇത് വ്യക്തമായിട്ട് അറിയിക്കാനും അതിന് പഴയ, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള 1857 നിയമം തന്നെ തപ്പിയെടുത്തുകൊണ്ട് വന്ന് രാജാവിനെ ബോധ്യപ്പെടുത്തിയിട്ട് അതനുസരിച്ചിട്ട് ഇത് നിരോധിക്കണമെന്ന് പറഞ്ഞെങ്കിൽ എന്തുകൊണ്ട് നമുക്കിപ്പോഴും ഈ നാട്ടിൽ ഇതിങ്ങനെ വീണ്ടും ഇപ്പോഴിത് തുടർന്നുകൊണ്ടിരിക്കുന്നു? മതപരിവർത്തനം ഒരു മോശമായ കാര്യമല്ല. നമുക്ക് ഇഷ്ടമാകുമ്പോൾ, നമുക്ക് താല്പര്യമില്ലാതെ തോന്നുമ്പോൾ നമുക്ക് മതം മാറാം. പക്ഷേ നിർബന്ധിച്ച് മതപരിവർത്തനം നടക്കുന്നു. മാത്രമല്ല സ്വയം മനസ്സ് തോന്നി മതപരിവർത്തനം നടത്തുന്നവരെ പോലും ഇപ്പോൾ വല്ലാതെ ഉപദ്രവിക്കുകയും സമൂഹത്തിൽ നിന്നും അവരുടെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു രീതിയും ഇപ്പോൾ കാണുന്നുണ്ട് ചില മതവിഭാഗങ്ങളിൽ. ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഈ അയ്യങ്കാളിയുടെ ഈ ഒരു നിലപാട് കൊണ്ട് ഒന്നും താങ്കൾക്ക് പറയാം? അയ്യങ്കാളി പൊതുവെ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. സ്വയിഷ്ടപ്രകാരം മതപരിവർത്തനം നടത്തുന്നതിന് അദ്ദേഹം വലിയൊരു തടസ്സമൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന് അതിൽ വലിയൊരു നിലപാടോ അല്ലെങ്കിൽ അതിനെ എതിർക്കാനോ അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അയ്യങ്കാളി ഒരു ഹിന്ദു ആയിരുന്നു എന്നുള്ളതായിരുന്നു വാസ്തവം. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കുമ്പോഴത്തേക്കും അയ്യങ്കാളി ഉപയോഗിച്ച വഴികൾ തന്നെ 50 വർഷങ്ങൾക്ക് ശേഷം ഒ പി ത്യാഗി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു MP പാർലമെൻറ്റിൽ ഇതേപോലെ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവരെ ശിക്ഷിക്കണം, അത് ചട്ടമായിട്ട് കൊണ്ടുവരണം, നിർബന്ധ പരിവർത്തനം നിർത്തലാക്കാനുള്ള ചട്ടം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും മറ്റും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനുശേഷം ഒറീസയും മധ്യപ്രദേശും നടപ്പിലാക്കി തമിഴ്നാട് ജയലളിതയുടെ കാലത്ത് ഈ നിർബന്ധ മതപരിവർത്തനം ക്യാൻസൽ ചെയ്തുകൊണ്ട് ഒരു ബില്ല് ഇറക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നു അത് അവർ പിന്നീട് പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് മാത്രമല്ല ഇതിൽ ഒരു പരിധിവരെ തടയാനാണ് നോർത്ത് ഈസ്റ്റിലെ ഇന്നർ ലൈൻ പെർമിറ്റൊക്കെ അലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റെപ്പുകൾ പല സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട്, നടക്കുന്നുണ്ട്. അതെ, പക്ഷെ ഒരു പാൻ ഇന്ത്യൻ രീതിയിലുള്ള ഒരു നിയമം വരാനായിട്ട്
വലിയ പാടായിരിക്കും, നമ്മൾ കാത്തിരിക്കേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഇപ്പം ഭരിക്കുന്ന ഭരണാധികാരിയുടെ മണ്ടയിൽ വെച്ച് കൊടുത്തിട്ട് അവർ കായ്വലിക്കിരിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും അയ്യൻകാളി ആ ഒരു പുതിയ അല്ലെങ്കിൽ പൊതു ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു അധ്യായം താങ്കൾ FB കൂടി തുറന്നു വെച്ചു. അത് ഒരുപക്ഷെ നാളെ അതൊരു നല്ല ഒരു ചർച്ചയായി മാറട്ടെ അല്ലേ? അതെ.